BJP രാജ്യത്ത് ഇത്രയും ഗതികെട്ട ഒരു സമയമുണ്ടായിട്ടില്ല. BJP ഇത്രയും അധപ്പതിച്ചൊരു കാലഘട്ടമുണ്ടായിട്ടില്ല. BJP ഇത്രയും ആശങ്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. അത് നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ മാത്രമല്ല, ഈ അവസാനത്തെ കളി BJPയുടെ പ്രവൃത്തിയിലും കാണുകയാണ്. അതാണ് ഈ നെറികെട്ട അവരുടെ ജനാധിപത്യ ധ്വംസനം നമുക്ക് തരുന്ന സൂചനകൾ. അതായത് ഗുജറാത്തിലെ സൂറത്തിൽ BJP നടപ്പിലാക്കിയ പത്രിക പിൻവലിക്കൽ ഓപ്പറേഷൻ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ മധ്യപ്രദേശിലെ ഇൻഡോറിലും അത് തന്നെ നടത്തിയിരിക്കുന്നു. BJPയുടെ കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമായി ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നിരിക്കുകയാണ്. BJP നേതാക്കളോടൊപ്പമാണ് പത്രിക പിൻവലിക്കാൻ സ്ഥാനാർത്ഥി എത്തിയത്. അത് അക്ഷയ് കാന്തി ബാമിനൊപ്പമുള്ള ചിത്രം BJP ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗീയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. അക്ഷയ് കാന്തി ബാമിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം പറയുകയാണതിൽ. ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് ജനാധിപത്യ ധ്വംസനം നടത്തിയെന്ന് മാത്രമല്ല, അത് വലിയൊരു അഭിമാനം പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണ്. ഒരു BJPക്കാരൻ്റെ മാനസികാവസ്ഥയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാം വളരെ ആസൂത്രപരമായിരുന്നു തയ്യാറാക്കി നടപ്പിലാക്കിയത്. അതുപ്രകാരം BJP MLA രമേശ് മെൻഡോലയ്ക്കൊപ്പമാണ് അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിക്കാനെത്തിയത്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ ഒരപ്രതീക്ഷിത നീക്കം നടത്തിയത്. BJPയുടെ പണത്തിനോ സ്വാധീനത്തിനോ മുന്നിൽപ്പെട്ട് മെയ് 13-ന് 4ാം ഘട്ടത്തിലാണ് ഇൻഡോറിൽ ഈ വോട്ടെടുപ്പ് നടക്കാനിരുന്നത്. സിറ്റിംഗ് MP ശങ്കർ ലാൽവാനിയാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. നേരത്തെ ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിലക്ക് വാങ്ങി BJP നാടകീയ വിജയം നേടിയത് നമ്മൾ കണ്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംഭാനിയുമായി BJP ഒത്തുകളിച്ചപ്പോൾ നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളുകയും ഇവിടെ BJP എതിരില്ലാതെ വിജയം നേടുന്നതും നമ്മൾ കണ്ടു. കൂടാതെ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളി. ഇതിന് പിന്നാലെ 7 സ്വതന്ത്രരും BSPയുടെ സ്ഥാനാർത്ഥിയും ഒക്കെ പത്രിക പിൻവലിച്ചു. അതോടെ മത്സരരംഗത്ത് BJPയുടെ മുകേഷ് ദലാൽ മാത്രം അവശേഷിക്കുകയായിരുന്നു. ഇത് ജനാധിപത്യ ധ്വംസനം എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുള്ളൂ. ഇതാണ് BJP നടപ്പിലാക്കുന്ന, പ്രത്യേകിച്ച് 2ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം വേഗത്തിൽ നടപ്പിലാക്കുന്ന കച്ചവട രാഷ്ട്രീയം. ഇങ്ങനെ ഒരു സീറ്റ് അവർ പിടിച്ചെടുത്താൽ പ്രബുദ്ധരായ വോട്ടർമാർ അവരുടെ 100 സീറ്റുകളിൽ തിരിച്ചടി നൽകും എന്നുറപ്പാണ്. കാരണം ഈ ജനാധിപത്യ കൊലപാതകം കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരനും കഴിയില്ല. അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. 1ഉം 2ഉം ഘട്ടങ്ങളിൽ പണിപാളി എന്നുറപ്പായ BJP നടത്തിയ ഈ നെറികെട്ട നീക്കമായിരിക്കും അവരുടെ അടിത്തറ തകർക്കാൻ പോകുന്നത്.